ഓണസദ്യയുടെ ഒരുക്കങ്ങൾക്കായി വിപണി സജീവമാകുമ്പോൾ കർഷകനും ഉപഭോക്താവിനും ഒരുപോലെ ഗുണകരമായ ഇടപെടലുമായി ആലത്തൂരിൽ കൃഷിവകുപ്പിന്റെ ഓണവിപണിക്ക് തുടക്കമായി. ആലത്തൂർ കൃഷിഭവന്റെ കീഴിൽ ഓഗസ്റ്റ് 22 മുതൽ 25 വരെയാണ് ഓണവിപണി പ്രവർത്തിക്കുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴം, പച്ചക്കറികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ കർഷകരിൽ നിന്നും മെച്ചപ്പെട്ട വിലയ്ക്ക് സംഭരിച്ച പൊതുജനങ്ങൾക്ക് വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് ഓണവിപണിയുടെ പ്രധാന ലക്ഷ്യം. കൃഷിവകുപ്പിന്റെ ഓണക്കാല വിപണി ഇടപെടൽ പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് വിപണി ഒരുക്കിയിരിക്കുന്നത്. ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഹരിത ഓണവിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ കർഷകരുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങൾ മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഓണത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടന്നു വരുന്ന പരിപാടിയാണ് ഇത്. പൊതുജനങ്ങൾക്കിടയിലും നല്ല രീതിയിൽ പ്രവർത്തനമാകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ കെ ശ്രുതി, കാർഷിക വികസന സമിതി അംഗം കെ രാമചന്ദ്രൻ, വാർഡ് മെമ്പർ ലീല ശശി, കൃഷി അസിസ്റ്റന്റ് ജിജി സുധാകർ എന്നിവർ സംസാരിച്ചു. ഓണസദ്യയ്ക്കായി പച്ചക്കറികൾ കൂട്ടത്തോടെ വാങ്ങുന്ന ദിവസങ്ങളിലാണ് വിലക്കയറ്റം സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ ബാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നാടൻ പഴം, പച്ചക്കറികൾ എന്നിവ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്നത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമാകും. ആലത്തൂർ പഞ്ചായത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധയിനം പഴങ്ങൾ, പച്ചക്കറികൾക്കൊപ്പം കർഷകരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തും. സ്വന്തം നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നാട്ടുകാർ തന്നെ വാങ്ങുന്നതിലൂടെ പ്രാദേശിക കാർഷിക മേഖലയ്ക്കും വിപണിക്കും കൂടുതൽ കരുത്തേകാനാകും. ഓണം സമൃദ്ധിയുടെ ആഘോഷമാണെങ്കിൽ ആ സമൃദ്ധിയുടെ അടിത്തറ കർഷകന്റെ അധ്വാനമാണ്. കർഷകന് മികച്ച വിലയും ഉപഭോക്താവിന് കുറഞ്ഞ വിലയും ഉറപ്പാക്കുന്ന ഇത്തരം വിപണികൾ അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് ഏറെ പ്രസക്തമാണ്. UTV ന്യൂസ്, പാലക്കാട്.